പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൃഷ്ടികളുടെ നിലനിൽപ്പ് പോലും പ്രാർത്ഥനയിലല്ലയോ? പ്രാർത്ഥനയുടെ ഉത്തരം കൊണ്ടല്ലേ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? നമ്മുടെ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് തെറ്റ് സംഭവിച്ചപ്പോൾ ആരോട് പ്രാർത്ഥിച്ചു? റബ്ബിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു പുറത്തു കൊടുത്തില്ലേ? 950 വർഷക്കാലം പ്രബോധനം ചെയ്തിട്ടും മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയെ ഉപദ്രവിച്ച ഒരു ജനതയിൽ നിന്ന് വമ്പിച്ച വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ കപ്പലിൽ ആ പ്രവാചകനെയും വിശ്വാസികളെയും അള്ളാഹു രക്ഷപ്പെടുത്തിയത് പ്രാർത്ഥന കൊണ്ടായിരുന്നില്ലേ? ചെങ്കടലാകുന്ന തടസ്സവും ഫിറഔനാവുന്ന ക്രൂരനായ ഭരണാധികാരിയുടെയും നടുക്ക് നിൽക്കെ മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമ രക്ഷപ്പെട്ടത് പ്രാർത്ഥന കൊണ്ടായിരുന്നില്ലേ? സമുദ്രത്തിന്റെ മധ്യത്തിൽ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് നീയല്ലാതെ ആരാധ്യനില്ല, ഞാൻ ഉൽമ കാണിച്ചു രക്ഷപ്പെടുത്തണമേ എന്ന് പറഞ്ഞപ്പോൾ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമയെ രക്ഷപ്പെടുത്തിയത് ആ പ്രാർത്ഥനയായിരുന്നില്ലേ? രോഗം കൊണ്ട് വലഞ്ഞ മഹാനായ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ രോഗം മാറിയത് പ്രാർത്ഥന കൊണ്ടായിരുന്നില്ലേ? മക്കളില്ലാതിരുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്കും സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമക്കും കുട്ടികൾ ഉണ്ടായത് പ്രാർത്ഥന കൊണ്ടല്ലേ? ലൈസ ശൈഉൻ അക്റമു അലല്ലാഹ് മിനദ് ദുആ. റഹ്മാനായ റബ്ബിന് പ്രാർത്ഥനയേക്കാൾ പ്രിയപ്പെട്ട മറ്റൊന്നില്ല. അതുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞവരിൽ നമ്മൾ ഉൾപ്പെടരുത്. അഅജസുൻ നാസ് മൻ അജസ ബിദ്ദുആ. പ്രാർത്ഥിക്കാൻ തോറ്റുപോയവൻ ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങുന്നവനാണ്. പ്രാർത്ഥനയിലൂടെ വിജയിക്കൂ. സകല കാര്യങ്ങളും റഹ്മാനായ റബ്ബിനോട് പറയൂ. ധാരാളമായി ആ റബ്ബിന്റെ ദിക്റുകൾ ചൊല്ലൂ. ധാരാളമായി പരിശുദ്ധ ഖുർആന്റെ മാസമായ റമദാനിൽ പാരായണം ചെയ്യൂ. എങ്കിൽ റഹ്മാനായ റബ്ബിന്റെ എല്ലാ നിലക്കുമുള്ള ബറക്കത്തുകൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ലൈലത്തുൽ ഖദ്റും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ആ പ്രാർത്ഥനകളിൽ മുന്തിച്ചു നിൽക്കേണ്ടത് മഗ്ഫിറത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്.